എനിക്കെന്തെങ്കിലും സംഭവിച്ചാ വന്ദന ജഗനെ കൊല്ലാൻ വരെ മടിക്കില്ല. പക്ഷേ നീക്ക് എന്തു പണിയാ കൊടുക്കേണ്ടത്? സംഭവം പഴയായിട്ട് കണ്ടു കണ്ടു മടുത്തതാ. പക്ഷേ അത് ഇത്രയല്ലേ ഉള്ളൂ, അതിനത് മതി. ആട്ടുംകുട്ടിക്കാരും വാരിക്കുഴി വെട്ടാറില്ലല്ലോ. ലക്ഷ്യമാണ് പ്രധാനം, മാർഗം ഏതും ആവാം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്നേ? കോളേജിൽ നിനക്ക് നല്ല നടിക്കുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ടോ? എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? ഇല്ലാത്ത സന്തോഷം മുഖത്ത് വരുത്തി നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. നിന്റെ ഉള്ളിൽ എന്തൊക്കെ പുകയുന്നുണ്ട്. ഭയവും സങ്കടവും നിരാശയും അങ്ങനെ പലതും. അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ പറയരുത് മോളെ. എന്താ നിന്റെ പ്രശ്നം? ചേച്ചി, എന്റെ ഭർത്താവ് അനാഥന. അയാളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് വെട്ടിപ്പിടിച്ചതാണ് ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ. ഞാനൊരു പാവം പെണ്ണല്ലേ, പണമില്ലല്ലോ. ആ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ചില നിസ്സാര പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് സ്ത്രീ പീഡനമെന്നോ സ്ത്രീധന പ്രശ്നമെന്നോ ഒക്കെ പറഞ്ഞ് വേവലാതിപ്പെടേണ്ട കാര്യമില്ല ചേച്ചി. ഒക്കെ എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. സഹിക്കാവുന്നതിനപ്പുറമുള്ള പ്രശ്നങ്ങളൊന്നും ഏട്ടനിൽ നിന്നൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടി തപ്പം നോക്കരുത് വർഷേ. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങള് ചേച്ചിയുടെ അടുത്തുനിന്ന് മറച്ചു വെക്കരുത്. എന്നെ വേദനിപ്പിച്ച ഒരു കാര്യേ ഏട്ടനിൽ നിന്നുണ്ടായിട്ടുള്ളൂ. ഞാൻ അറിയാതെ ഏട്ടൻ വീട്ടിൽ CCTV ക്യാമറകൾ വെച്ചു. ഭാര്യ അറിയാതെ ക്യാമറ വെച്ചെന്നോ? അതിനർത്ഥം അയാൾ നിന്റെ സ്വഭാവശുദ്ധിയെ സംശയിക്കുന്നു എന്നല്ലേ? ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഈ പ്രവൃത്തി സഹിക്കാവുന്നതിന് അപ്പുറത്തുള്ള ഒരു പ്രവൃത്തിയല്ലേ മോളെ? എന്ന് ഞാൻ കരുതുന്നില്ല ചേച്ചി. ഏട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞാ പിന്നെ വീട്ടിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ക്യാമറകൾ വെച്ചത് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാവും. അതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്തിനാ ചേച്ചി ചിരിച്ചത്? ഭർത്താവിന് വെള്ളപൂശാൻ വേണ്ടിയുള്ള നിന്റെ തത്രപ്പാട് ഓർത്ത് ചിരിച്ചു പോയതാ മോളെ. അച്ഛനും അമ്മയ്ക്കും നമ്മൾ 3 പെൺമക്കളാ. അതിലേറ്റവും ഭാഗ്യവതിയും സുരക്ഷിതയും നീയാണെന്ന എല്ലാവരുടെയും വിശ്വാസം. ആ വിശ്വാസം നിലനിർത്താൻ കഴിയണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി കുറച്ചു കാലത്തേക്ക് അച്ഛമ്മ കൂട്ടിനുള്ളത് നിനക്കൊരു ബലമായിരിക്കും. വിക്രമിന്റെ ഈ സ്വഭാവം അച്ഛമ്മ മനസ്സിലാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം മോളെ. മാനത്തെ കൊട്ടാരം